വാൽപ്പാറ ദുരന്തത്തിൽ മരിച്ച 9 മലയാളികൾ അവരവസാനമായി സ്വന്തം നാട്ടിലേക്ക് എത്തുകയാണ്. മൃതദേഹം ഉടൻ തന്നെ നാട്ടിലേക്ക് എത്തിക്കുന്നതായിരിക്കും. 6 മണി സമയത്തോടു കൂടി തന്നെ പൊള്ളാച്ചി ആശുപത്രിയിൽ നിന്നും ആംബുലൻസുകൾ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. പുലർച്ചയോടുകൂടിയാണ് പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ തന്നെയും പൂർത്തിയായത്. മലപ്പുറം പാങ്ങ് GLP സ്കൂളിലെ അധ്യാപകരും കുടുംബവുമാണ് ഈ വാഹനാപകടത്തിൽ മരിച്ചത്. പാങ്ങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരിക്കും പൊതുദർശനം നടക്കുക. അതിനുശേഷമായിരിക്കും സംസ്കാരം. ഗുരുതരമായി പരിക്കേറ്റത് 3 പേർക്കാണ്. അവരെ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അവിടെ ചികിത്സയിൽ തുടരുകയാണ്. ഒരു കുട്ടി അവരെ പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട്. അങ്ങനെ 9 പേർ, ആ നാടിനാകെ പ്രിയപ്പെട്ട 9 പേരാണ് ഇപ്പോൾ ഈ ദുരന്തത്തിൽ ഇല്ലാതായത്. അവരോരോരുത്തരും സ്വന്തം നാട്ടിലേക്ക് അവസാനമായി ഇപ്പോൾ മടങ്ങുകയാണ്. രാഹുൽ KVയും KB ശ്രീധരനും ഗോകുൽ VSും രാഗിനും ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ പ്രതിനിധികൾ തുടരുന്നുണ്ട്. ആദ്യം രാഹുൽ KVയിലേക്ക് പോവുകയാണ്. രാഹുൽ, നമ്മൾ അല്പസമയം മുൻപ് വരെ ആ സ്കൂളിന് മുന്നിലുള്ള വീട്ടുകാർ, അവിടെ ഒപ്പമുണ്ടായിരുന്ന നാട്ടുകാരുൾപ്പെടെയുള്ളവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒരു സ്കൂളിലെ അധ്യാപകർ അല്ലെങ്കിൽ അവിടെയുള്ള മറ്റംഗങ്ങൾ, അവരുടെ കുടുംബാംഗങ്ങൾ, അവരൊക്കെ എത്രത്തോളം ആ നാടിന് പ്രിയപ്പെട്ടവരായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ആ കുഞ്ഞുങ്ങളോടൊപ്പം തന്നെ ആ നാട്ടിലെ ഓരോരുത്തരും അവരോടൊപ്പം ചേർന്ന് നിന്നിട്ടുണ്ടായിരുന്നു. കണ്ണീരോടെ അല്ലാതെ അവരാർക്കും സംസാരിക്കാൻ പറ്റുകയില്ല. അങ്ങനെ സന്തോഷത്തോടു കൂടി പോയൊരു വിനോദയാത്ര, ആ വിനോദയാത്രയ്ക്ക് പോയി അവരോരോരുത്തരും പങ്കുവച്ച ദൃശ്യങ്ങൾ സന്തോഷത്തോടു കൂടി കണ്ട സഹപ്രവർത്തകരും കുടുംബാംഗങ്ങളും നാട്ടുകാരൊക്കെ തന്നെ ഇപ്പോൾ വിറങ്ങലിച്ച് നിൽക്കുകയാണ് ഈ മരണവാർത്ത കേട്ട്. പൂജ, അതെ, തീർച്ചയായും എന്തു പറയണമെന്നറിയാതെ, എങ്ങനെ ഉൾക്കൊള്ളും ഈ ഒരു അപകടം, ദുരന്തം എന്നറിയാതെ ഞെട്ടിത്തെറിച്ച് വിറങ്ങലിച്ച് നിൽക്കുകയാണ് ഈ നാട്. ഈ സ്കൂള് GLP സ്കൂൾ നാടിൻ്റെ പ്രിയപ്പെട്ട വിദ്യാലയമാണ്. കുരുന്നുകൾക്ക് അക്ഷരം പകർന്നു നൽകുന്ന വിദ്യാലയം. ഒപ്പം തന്നെ കുരുന്നുകൾക്കും മക്കൾക്കും നാട്ടുകാർക്കും ഒന്നടങ്കം പ്രിയപ്പെട്ട അധ്യാപകർ, അങ്ങനെ ഒരു സ്കൂളിലെ വലിയൊരു വിഭാഗം അധ്യാപകർ തന്നെയാണ് ഈ ദുരന്തത്തിൽ ഇല്ലാതായി പോയിട്ടുള്ളത്. സ്കൂളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 100 വർഷത്തിലധികം ആരംഭിച്ച് 100 വർഷത്തിലധികം പിന്നിട്ട ഒരു വിദ്യാലയം കൂടിയാണ്. കഴിഞ്ഞ ദിവസമാണ് സ്കൂളിൻ്റെ വാർഷികവും നടന്നിരുന്നത്. ഒപ്പം ഈ അധ്യയന രംഗത്തും വളരെയേറെ മുന്നിട്ട് നിൽക്കുന്ന ഒരു വിദ്യാലയമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ അധ്യയന വർഷമൊക്കെ തന്നെയും സ്കൂളിനെ സംബന്ധിച്ച് വലിയ നേട്ടങ്ങളാണ് അധ്യാപകരുടെ കഠിന പ്രയത്നത്തിനെ തുടർന്ന് നേടുവാൻ കഴിഞ്ഞിട്ടുള്ളത്. സ്കൂളിൻ്റെ കവാടം അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ആ കവാടത്തിൽ കെട്ടിയിട്ടുള്ള ഈ ഒരു ഫ്ലെക്സ് ബോർഡ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ സംസ്ഥാന തല പരീക്ഷയിൽ മികച്ച വിജയം നേടാൻ കഴിഞ്ഞ കുരുന്നുകളുടെ ഫോട്ടോയൊക്കെ വെച്ചുകൊണ്ടുള്ള, അവരെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡാണ്. ഒപ്പം തന്നെ സ്കൂളിൽ LKG മുതൽ 4ാം ക്ലാസ് വരെ അഡ്മിഷൻ തുടരുന്നു എന്ന് എഴുതിയിട്ടുള്ള ഒരു അറിയിപ്പ് ബോർഡ് കൂടിയാണ്. പക്ഷേ ഇനിയിപ്പോൾ ഈ അധ്യാപകർ ഇങ്ങനെ മരണപ്പെട്ട് പോയൊരു അവസ്ഥയിൽ ഇനി സ്കൂളിൻ്റെ പ്രവർത്തനം എങ്ങനെ തുടങ്ങാൻ കഴിയും എന്നതൊക്കെ വലിയൊരു ഒരു 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 സങ്കടകരമായ ഒരു വസ്തുതയായി മുൻപിൽ നിൽക്കുകയാണ്. ഒപ്പം തന്നെ ഈ അധ്യാപകരെന്ന് പറയുന്നത് ഇതൊരു സാധാരണ ഒരു ഗ്രാമീണ മേഖലയാണ്, ജനനിബിഡമായ മേഖലയാണ്. സ്കൂളിന് തൊട്ടടുത്ത് തന്നെയായി ഒരുപാട് വീടുകളിലെയും കുടുംബം പോലെയാണ് ജീവിച്ചിരുന്നത്. കാരണം കേവലം ഈ നിൽക്കുക എന്നതിനപ്പുറത്തേക്ക് നാട്ടിലൊരു ചെറിയ വിദ്യാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടിലെ എല്ലാ മേഖലയിലും പങ്കെടുക്കുന്ന, എല്ലാ മേഖലയിലും ഭാഗമായി വരുന്ന അധ്യാപകർ കൂടിയാണ്. അപ്പം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് BLA ആയി റംല ടീച്ചർ സ്കൂളിലെ അധ്യാപക മരണപ്പെട്ടു പോയി. അവർ BLO കൂടിയായിരുന്നു. അപ്പോൾ ഓരോ വീട്ടിലും കയറിയിറങ്ങി വോട്ടർമാരെയൊക്കെ കണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന ഒരു അധ്യാപിക കൂടിയാണ് റംല ടീച്ചർ എന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് ഈ തൊട്ടടുത്തുള്ള വീട്ടിലുള്ള ആളുകളുടെയൊക്കെ പ്രതികരണം തേടി നോക്കാം. നമസ്കാരം. എന്താണ് പറയാൻ പറ്റിയ ഒരു അപകടത്തെ കുറിച്ച്? തൊട്ടടുത്താണല്ലോ, തൊട്ടടുത്താണ് സ്കൂള്. പിന്നെ അധ്യാപകരൊക്കെ നല്ല എല്ലാത്തിനും സൗഹൃദപരമായൊക്കെ പെരുമാറുന്ന അധ്യാപകരാണ്. പിന്നെ സ്കൂളിൻ്റെ ഉയർച്ചയ്ക്കും ഉന്നതിക്കും വേണ്ടി നന്നായി പരിശ്രമിക്കുന്നവരാണ്. കുറച്ചു കാലമായിട്ട് സ്കൂളിൻ്റെ ഉന്നതമായ വിജയം കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ 100 വർഷം പിന്നിട്ട സ്കൂളാണ്. അപ്പോൾ സംഗതി വളരെ വിഷമം പിടിച്ചൊരു അപകടമാണ്. എല്ലാവരും വേണ്ടപ്പെട്ടവരായിരുന്നു. നമ്മുടെ സ്കൂളും നിങ്ങളുടെ ഈ വീടും തമ്മിലൊരു മതിലിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ.
എങ്ങനെയായിരുന്നു അവരോട് ഉള്ള ഒരു ഇടപെടലും കാര്യങ്ങളൊക്കെ അധ്യാപകരുടെയും? അധ്യാപകരോട് അങ്ങോട്ടും അധ്യാപകർ ഇങ്ങോട്ടും നല്ല രൂപത്തിൽ തന്നെയായിരുന്നു പെരുമാറിയിരുന്നത്. മതിലിപ്പോൾ സ്കൂൾ ഉഷാറായപ്പോൾ വന്നതാണ്. അതുവരെ മതിൽക്കെട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുട്ടികളൊക്കെ വെള്ളം കുടിക്കാനും പിന്നെ അധ്യാപകരുടെ ആവശ്യത്തിനൊക്കെ വീട്ടിൽ തന്നെയായിരുന്നു വന്നിരുന്നത്. തറവാട് വീട് പുറത്തു തന്നെയായിരുന്നു, അങ്ങനെയായിരുന്നു. ഇപ്പോൾ പിന്നെ സ്കൂളിൽ ഇല്ലാതെ കുട്ടികളെ പുറത്തൊന്നും വിടലില്ല. കാരണം എല്ലാ സൗകര്യങ്ങളും സ്കൂളിൽ തന്നെ ഉണ്ടായപ്പോൾ അങ്ങനെ വന്നതാണ്. എല്ലാ ആദരാജ്ഞലികളും അർപ്പിക്കുക, അത്രേ കഴിയുള്ളൂ. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനം, അവിടെ ഈ ഒരുക്കങ്ങളൊക്കെ പൂർത്തി അങ്ങോട്ടേക്ക് പോവുകയാണോ? പോകണം. 8 മണിയാകുമ്പോഴത്തേന് എത്തുമെന്ന് പറഞ്ഞു. 9 മണി വരെ സ്കൂളിൽ ദർശനം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ വരിയായാണ് അവിടെ പൊതുദർശനത്തിനായി വെക്കുക. അതൊക്കെ അങ്ങനെയാണ് പ്രവർത്തകരുണ്ട് അവിടെ. നമ്മളെ സംബന്ധിച്ച് ഈ നാടിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. വളരെ വിഷമം പിടിച്ചൊരു അപകടമാണ്. ശരി, തീർച്ചയായും പൂജ ഇത് തന്നെയാണ്. നമ്മുടെ ഈ GLP സ്കൂൾ എന്ന് പറയുന്നത് സൗകര്യങ്ങളുടെ പരിമിതിയുണ്ട്. വലിയ ഒരു ചെറിയൊരു മതിൽക്കെട്ടിനകത്ത് മാത്രം ക്ലാസ് അങ്ങനെ പാങ്ങ് GLPS സ്കൂളിലെ ആ പരിസരത്ത് നിന്നുൾപ്പെടെയുള്ളവരാണിപ്പോൾ സംസാരിച്ചത്. പാങ്ങ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരിക്കും പൊതുദർശനം നടക്കുക. അവരോരോരുത്തരും പഠിപ്പിച്ചിരുന്ന സ്കൂളാണ്. അവിടുത്തെ ഒരു അംഗം ഉൾപ്പെടെ അവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ 9 പേരാണിപ്പോൾ വാൽപ്പാറ ദുരന്തത്തിൽ മരണപ്പെട്ടത്. നമുക്ക് ഈ ഒരു വശത്തായിട്ട് കാണാം ആ അപകടം നടന്ന സ്ഥലം. വാൽപ്പാറ ആ ഒരു ഹെയർപിൻ, അവിടെ 13ാമത്തെ വളവിൽ വെച്ചിട്ടാണ് ഈ അപകടമുണ്ടാകുന്നത്. അവിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട് 13ാമത്തെ വളവ് എന്ന് പറയുന്നത് 40 ഹെയർപിൻ വളവുകളാണ്. അതിൽ തന്നെ 13ാമത്തെ വളവാണ് ഏറ്റവും അപകടം നിറഞ്ഞ വളവ്. അവിടെ വെച്ചിട്ടാണ് ഈ അപകടം സംഭവിക്കുന്നത്. അങ്ങനെ നിയന്ത്രണം നഷ്ടപ്പെട്ട ആ വാൻ കൈവരി തകർന്ന് 9ാമത്തെ വളവിലേക്കാണ്, അത്രയും 300ഓളം അടി താഴ്ചയിലേക്കാണ് മറിഞ്ഞത്. 8 പേർ ആ നിമിഷം തന്നെ മരണപ്പെടുന്നു. 3 പേർ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. അങ്ങനെ ആ പ്രദേശത്തെ ദൃശ്യങ്ങൾ കൂടി കാണാം. അതിൽ 9ാമത്തെ വളവിൻ്റെ ആ ഒരു സൈഡിലായിട്ട് ആ ട്രാവലർ അത് മാറ്റിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാം. അത്രത്തോളം ആ ആഘാതം എത്രത്തോളമാണ് എന്ന് വിളിച്ചോതുന്ന മറ്റൊരു ഉദാഹരണം കൂടിയാണ് ആ ട്രാവലറിൻ്റെ അവസ്ഥ. അങ്ങനെ ആ വലിയ ദുരന്തം നടന്ന ഒരു സംഭവ സ്ഥലം കൂടിയാണ് നമ്മളിപ്പോൾ ഒരു വശത്ത് കാണുന്നത്. അവിടെ നിന്നും MS ലിഷോയി ചേരുന്നുണ്ട്. ലിഷോയി, ആ ട്രാവലർ അത് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് വേദന തോന്നും. 9 പേരുടെ ജീവൻ നഷ്ടമായത്. 3 പേർ ഇപ്പോഴും ഗുരുതരാവസ്ഥയിലാണ്. അവർക്ക് വേണ്ടി കൂടിയുള്ള പ്രാർത്ഥനയിലാണ് ഈ നാടൊന്നാകെ തന്നെ. അപ്പോൾ 13ാമത്തെ വളവ് എന്ന് പറയുന്നത് തന്നെ ഏറ്റവും അപകടം നിറഞ്ഞതാണ്. അവിടെ നിന്നും 9ാമത്തെ വളവിലേക്ക്, അത്രത്തോളം താഴ്ച പാറക്കെട്ടുകൾ നിറഞ്ഞ ആ സ്ഥലത്ത് നിന്നും തിരിഞ്ഞ് 9ാമത്തെ വളവിലേക്കാണ് പതിച്ചത്. ആ സമയം അവിടുത്തെ രക്ഷാപ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? ഇപ്പോൾ ആ ട്രാവലർ കൂടി നമുക്ക് കാണാം, തകർന്ന് കിടക്കുന്ന ട്രാവലർ. അതായത് ഈ 13ാമത്തെ വളവിൽ നിന്നാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതായത് ഇറക്കമിറങ്ങി, വാൽപ്പാറയിൽ നിന്ന് ഇറക്കമിറങ്ങി വരുന്ന ഒരു സമയത്താണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. അത് ഈ ദിശയിൽ നിന്നാണ് ഈ വാഹനം വരിക. അതായത് ഒരു സാധാരണഗതിയിൽ പല ഹെയർ പിന്നുകൾ കടന്ന് അതിങ്ങനെ വരികയാണ്. ആ സമയത്ത് ഈ വളവ് എത്തുന്നതിന് മുൻപായി കുറച്ച് നിരപ്പുള്ള സ്ഥലമുണ്ട്. അതുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ വേഗം ഒരുപക്ഷെ വർദ്ധിക്കാനുള്ള സാധ്യതയുമുണ്ട്. മാത്രമല്ല ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ നേരെ ഒരു ഇറക്കം, അതുപോലെ തന്നെ അതിനോട് ചേർന്നുകൊണ്ട് തന്നെ വലിയൊരു വളവ്, ആ വളവാണ്. ഈ വാഹനം വന്നത് ഈ ഒരു ഭാഗത്ത് നിന്നുമാണ് ഈ വാഹനം വന്നിട്ടുണ്ടായിരുന്നത്. വന്ന സമയത്ത് ഇവിടെ നിന്ന് അത്യാവശ്യം നല്ല ഒരു ഡിപ്പുണ്ട്. അതിലേക്ക് പിൻചക്രം പോയിട്ടുണ്ടാകാമെന്നാണ് കരുതുന്നത്. കാരണം ആ വാഹനത്തിൻ്റെ പിൻചക്രം ഇറങ്ങിയതിനെ തുടർന്ന് അവിടെ ഉരഞ്ഞ പാടുകളൊക്കെ തന്നെയുണ്ട്. ഇതോടുകൂടി ഇവിടെ നിന്നും നേരെ അത് കൃത്യമായി ഇവിടെ അതിൻ്റെ പാടുകളൊക്കെ തന്നെയുണ്ട്. ആ വാഹനം നേരെ ഇവിടെ നിന്നും നിയന്ത്രണം നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം എന്നുള്ളതാണ് ഇവിടെ വന്ന മറ്റ് ഡ്രൈവർമാരൊക്കെ തന്നെ പറയുന്നത്. പിന്നീട് ഇവിടെ നിന്ന് നേരെ ഇറങ്ങി ഈ ആഴങ്ങളിലേക്ക് പോവുകയായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന കൈവരി പൂർണ്ണമായും തകരുകയും ചെയ്തു. ആ കൈവരി തകർത്ത് നേരെ
താഴേക്ക് പതിക്കുകയാണ് ഉണ്ടായത്. അതായത് 13ാമത്തെ ഈ ഒരു ഹെയർ പിൻ വളവിൽ നിന്ന് നേരെ പതിച്ചത് തൊട്ട് താഴേക്കാണ്. തൊട്ട് താഴേക്ക് പതിച്ചു. അത് പലതവണ മറിഞ്ഞാണ് നേരെ ആ റോഡിലേക്ക് തന്നെ നേരെ വന്ന് വീഴുന്നത്. ഇതിന് തൊട്ടടിയിൽ ഒരു റോഡുണ്ട്, അതിലും ആ ഭാഗത്തും വാഹനം നിന്നില്ല, അതിലും താഴെയാണ് ഈ വാഹനം നിന്നത് എന്നുള്ളതാണ്. അവിടെയുള്ള കൈവരിയിൽ ഇടിച്ച് വാഹനം നിൽക്കുകയായിരുന്നു. അപ്പോഴേക്കും ഈ ട്രാവലറിൻ്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ തന്നെ പൂർണ്ണമായും തകർന്ന നിലയിലായിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ട്രാവലർ അത് എത്രത്തോളം ഉയരമുണ്ടാകുമെന്ന് നമുക്കറിയാം. ആ ഒരു ട്രാവലർ ഏകദേശം ഒരു മീറ്ററിൽ മാത്രം 1 മീറ്ററോളം മാത്രം ഉയരത്തിൽ, അല്ലെങ്കിൽ അത്രത്തോളം മാത്രമായി അത് തകർന്നു പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഉള്ളൊരു അവസ്ഥയിലേക്ക് വന്നതോടുകൂടിയാണ് ഈ അപകടം ഇത്രത്തോളം വലിയൊരു ദുരന്തമായി മാറിയത്. കാരണം സാധാരണഗതിയിൽ ഇവിടെ വലിയ മരങ്ങളൊക്കെ തന്നെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ട്രാവലർ ഇതിൽ തങ്ങി നിൽക്കുകയോ അല്ലെങ്കിൽ ഈ അപകടത്തിൻ്റെ വ്യാപ്തി കുറയുകയോ ചെയ്തേനെ. പക്ഷേ ഇവിടെ കാര്യമായ മരങ്ങളൊന്നും തന്നെ ഇല്ല, പാറക്കെട്ടുകളാണ്. മാത്രമല്ല വേനൽക്കാലമായതിനാൽ തന്നെ ഒരു തരത്തിലുള്ള മരങ്ങളിലും വലിയ കാര്യമായ ശിഖരങ്ങളൊന്നും തന്നെ ഇല്ല, എല്ലാം ഉണങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ നേരെ ഈ വാഹനം താഴേക്ക് പതിക്കുകയും അവിടെ പൂർണ്ണമായും തകർന്ന നിലയിൽ ഈ വാഹനം ആവുകയുമാണ് ഉണ്ടായിരിക്കുന്നത്. അതാണ് ഇത്രത്തോളം വലിയ ഒരു ദുരന്തത്തിന് വഴിവെച്ചിരിക്കുന്നത്. എന്തായാലും ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ രക്ഷാപ്രവർത്തനം നടത്തി. അവിടെ ഇന്നലെ നമ്മൾ രാത്രി എത്തിയ സമയത്ത് അവിടെ കുറച്ച് പോലീസുകാരുണ്ടായിരുന്നു. അവർ ആ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായിരുന്നു. അവർ പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത്, ഈ വാഹനം ഈ കൈവരിയിൽ ഇടിച്ച് നിന്നു. അതായത് ഇവിടെ നിന്നും പലതവണ മറിഞ്ഞ് താഴെ എത്തി 9ാം ഹെയർ പിന്നിൻ്റെ വളവിന് മുൻപായി ആ കൈവരിയിൽ ഇടിച്ച് നിന്നു. പക്ഷേ അതിലുണ്ടായിരുന്ന ആളുകൾ, ഭൂരിഭാഗം ആളുകളും വാഹനത്തിനകത്ത് നിന്ന് തെറിച്ച് നേരെ ആഴങ്ങളിലേക്ക് പോവുകയും ചെയ്തു. അത് ആണ് അങ്ങനെ തെറിച്ചു പോയവർക്കാണ് കൂടുതൽ മരണം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു ഭാഗത്ത് വളരെ അപകടം പിടിച്ചൊരു വളവ് തന്നെയാണ്. കാരണം മറ്റൊന്നുമല്ല, ഈ മറ്റ് ഹെയർ പിന്നുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ താരതമ്യേന വളരെ വീതി കുറഞ്ഞ ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഇപ്പോൾ ആ ബസ് വരുന്നത് തന്നെ കണ്ടറിയാം. കൃത്യമായ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർമാർക്കാണ് ഏറ്റവും സുരക്ഷിതമായി ഇതിലൂടെ വാഹനം കടത്തിക്കൊണ്ട് പോകാനായി കഴിയുക. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഒരു അശ്രദ്ധ അല്ലെങ്കിൽ വാഹനത്തിന് തകരാർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നെ സംഭവിച്ചാൽ, അല്ലെങ്കിൽ നിയന്ത്രണം നഷ്ടപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ നേരെ അവിടെ നിന്നും വന്ന് പതിക്കുന്നത് ഈ ആഴങ്ങളിലേക്കാണ്. അതാണ് ഈ ഒരു ദുരന്തത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. ആ സംഭവ സ്ഥലത്ത് നിന്നും MS ലിഷോയാണ് കാര്യങ്ങൾ പറഞ്ഞത്. അപകടം നടന്ന സ്ഥലം 13ാമത്തെ വളവിൽ, ആ അപകടം നടന്ന ആ പ്രദേശത്താണിപ്പോൾ ലിഷോ എങ്ങനെയാണ് അപകടം ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയും വിശദീകരിച്ചത്. തൊട്ട് താഴെയായിട്ട് നമുക്ക് ആ അപകടത്തിൽപ്പെട്ട ട്രാവലർ കാണാം. അങ്ങനെ 13ാമത്തെ വളവിൽ നിന്ന് 300 അടി താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു. 9ാമത്തെ വളവിലാണ് ഏറ്റവും അപകടം നിറഞ്ഞ 13ാമത്തെ വളവിൽ. ഓരോ ഇടത്തും കൃത്യമായിട്ടുള്ള അപകടത്തെ സംബന്ധിച്ചുള്ള സൂചന നൽകുന്ന ബോർഡുകളൊക്കെ തന്നെയുമുണ്ട്. വാഹനങ്ങൾ നിർത്തി അവിടെ പാർക്ക് ചെയ്ത് കാഴ്ചകൾ കാണാൻ അനുവദിക്കുകയില്ല. 40 ഹെയർ പിൻ വളവുകളിലും മനോഹരമായ ദൃശ്യങ്ങൾ കാണുന്നതിനൊപ്പം തന്നെ ഏറെ അപകടം നിറഞ്ഞ സ്ഥലം കൂടിയാണ്. അവിടെയാണ് ആ 13ാമത്തെ വളവിൽ, അപകട വളവിൽ വെച്ച് ഇങ്ങനെ ഒരു ദുരന്തമുണ്ടാകുന്നതും. 9ാമത്തെ വളവിലേക്ക് ഈ ട്രാവലർ മറിഞ്ഞ് ദുരന്തമുണ്ടായി. ഏറെ പ്രിയപ്പെട്ട, ഒരു നാടിൻ്റെ ആകെ പ്രിയപ്പെട്ട 9 പേരാണ് ദുരന്തത്തിൽ പൊലിഞ്ഞത്. അല്പസമയം മുൻപ് ആ പാങ്ങ് സ്കൂളിന് മുൻപിലായിട്ട് ആ വീട്ടുകാരടുത്തൊക്കെ നമ്മൾ സംസാരിച്ചതാണ്. ഓരോ വീട്ടിലെയും സ്കൂളിന് തൊട്ടടുത്തായിട്ടുള്ള വീടുകളിലൊക്കെ എന്ത് തരത്തിലുള്ള വിശേഷങ്ങളുണ്ട് എങ്കിൽ പോലും അതിൽ അധ്യാപകരും ആ സ്കൂളിലെ മറ്റു പ്രവർത്തകരും ഒക്കെ പങ്കെടുക്കുന്നതായിരുന്നു. എന്ത് കാര്യമുണ്ടെങ്കിലും സ്കൂളിൻ്റെ വാർഷികം അല്പനാൾ മുൻപാണ് നടന്നത്. അതിനൊക്കെ ആ നാട്ടുകാർ ഓരോരുത്തരും സഹകരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ നാടിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം നൽകുന്ന, ഒത്തൊരുമയുള്ള ആ നാടിൻ്റെ ആകെ പ്രിയപ്പെട്ട 9 പേരാണ് വിടവാങ്ങിയത്.